അപ്പൊ നമ്മുടെ വിക്കി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ വിക്കിയുടെ വിശേഷങ്ങളൊന്ന് പങ്കിടാം. വിശേഷം പ്രത്യേകിച്ച് പറഞ്ഞു കണ്ടില്ലേ, എന്തൊരു കപ്പട മീശന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് വിക്കി എന്ന് പറയുന്നത് നല്ലൊരു ആക്ടറാണ്. എനിക്ക് കുറച്ച് നാളായിട്ടുള്ള പരിചയമാണെങ്കിൽ തന്നെയും വിക്കി നല്ലൊരു ആക്ടറാണ്. അതായത് എനിക്ക് തോന്നുന്നു കോമഡി ഇമോഷണൽ സീൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു പുള്ളിക്ക് വലുതായിട്ട് വർക്കൗട്ട് ആകാതെ. ബാക്കി ഇപ്പം അപ്പൊ വില്ലന്മാരുടെ നെഗറ്റീവ് വേഷങ്ങളായാലും അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടർ ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ കോമഡി സബ്ജക്ട് ആണെങ്കിലും പുള്ളി പക്കായിട്ട് ചെയ്യും, പൂർണ്ണ ഗ്യാരണ്ടിയാണ്. അപ്പൊ എന്തായാലും കായകുളംകാരനാണ്. പുള്ളിയും ലൈഫിലോട്ടൊന്നും ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്റെ ഒരു എനിക്ക് കിട്ടിയിട്ടില്ല, ഇത്രയും നാളെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവരുടെ രണ്ടുപേരും ലൈഫും നമുക്ക് അറിയണം, എക്സ്പ്ലോർ ചെയ്യണം. ഞാനൊരു കാര്യം പറഞ്ഞേ, ഈ ഇമോഷണൽ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം. എന്താ അറിയുക, കരയിപ്പിക്കുക, ആൾക്കാരെ കരയിപ്പിക്കുക. ഈ എന്താ പറയുക, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു സിനിമ വിജയിക്കുന്ന വെച്ചാൽ കരച്ചിലുണ്ടെങ്കിൽ ഭയങ്കര സംഭവമായി മാറുന്ന രീതിയിലാണെന്ന് വെച്ചാൽ ആകാശദൂത് അതൊക്കെ ഒരു ഉദാഹരണമാണ്. കരഞ്ഞ് പിടിച്ച് നാശമായി കയ്യിലെ കാശും പോയി ഇറങ്ങിപ്പോകുന്നത്. ഞാൻ കാണുന്ന വെച്ചാൽ അങ്ങനല്ല. ഞാൻ കണ്ടേക്കുന്ന ഒരു അല്ല, കയ്യിലെ കാശും കൊടുത്ത് കയറി തിയേറ്ററിൽ ഇരുന്നിട്ട് കരഞ്ഞ് തനത്താനടിച്ച് കരഞ്ഞിറങ്ങി പോവുക. ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം തിരിച്ചറിയാൻ മേത്തിൽ കരഞ്ഞ് മുഖമൊക്കെ വീങ്ങി ഇറങ്ങി പോവുക. ശരി, നല്ല സിനിമകളാണ്. പക്ഷെ ഒരാളെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ കുറെ ആൾക്കാരെ ചിരിപ്പിച്ചിട്ട് അവർ സന്തോഷത്തോടെ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വൈബുണ്ടല്ലോ. വിക്കി കുറെ അത്യാവശ്യം ചെറിയ വെബ് സീരീസും അതേപോലെ തന്നെ സിനിമകൾ 1-2 ചെയ്തിട്ടുണ്ട് അല്ലേ വിക്കി? അപ്പൊ എന്തായാലും നമ്മുടെ വിക്കിയുടെ ലൈഫാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം വലിയൊരു സെലിബ്രിറ്റികളൊന്നും അല്ലെങ്കിലും ഈ തിരുവോണമായിട്ട് നമ്മുടെ കലയെ സ്നേഹിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അവരുടെ ജീവിതങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വിക്കിയിലേക്ക് പോകാം. പ്രിയപ്പെട്ട വിക്കി, എന്താണ് മുന്നോട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ എന്താണ് കലയുമായിട്ടുള്ള സ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നമസ്തേ. ഞാനേ മനാഫിക്കായിട്ട് പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 5 വർഷമായി. ഈ 5 വർഷത്തെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. മനാഫിക്കയുടെ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, അതുപോലെ റിസ്ക് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സംഭവം. അദ്ദേഹം റിസ്ക് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഓഡി പ്ലസ് എന്ന സിനിമ നിന്നിട്ട് ഇതിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് എന്നെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒന്നുമില്ല, ഞാനും ഒന്നുമില്ല. ഇന്ന് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് കുത്തിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഞങ്ങൾ ആർട്ട് വർക്കിന്റെ സാധനങ്ങൾ എടുത്തിട്ട് നോക്കണം. എല്ലാവരും സെറ്റെല്ലാം റെഡിയാണ്. എന്നിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് സാധനം മേടിച്ച് വാങ്ങിച്ചുകൊണ്ട്, പിന്നെ റെന്റാണ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രി വന്ന ഒരു വരവ് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. എന്താ പറയുക, മഴയൊക്കെ നനഞ്ഞ്, അയ്യോ മനാഫിക്കയ്ക്ക് മഴ നനയാൻ പറ്റത്തില്ല, വിറച്ച് പറയിരിക്കുന്നത്. ഞാനാണെങ്കിൽ എറണാകുളം ടു കൊല്ലം ഏകദേശം കരുനാഗപ്പള്ളി വരെ വണ്ടി ഓടിക്കുകയാണ്, കണ്ടിന്യൂ വണ്ടി ഓടിച്ച് മാറിയിട്ട് ഞാൻ പറഞ്ഞ് മനാഫിക്ക സമാനപ്പെടും, വിറച്ചൊന്നും വീഴരുതും പിടിച്ചിരുന്നോന്നും പറഞ്ഞ് ഞങ്ങൾ ഈ ആർട്ട് വർക്കിന്റെ സാധനങ്ങളെല്ലാം ഇടയ്ക്ക് വെച്ചിട്ടാണ് വരുന്നത്. വന്ന് അത് തീർത്ത് അതിന് മുമ്പേ ഞാൻ ഇതിനകത്ത് ഇറങ്ങാൻ കാര്യം എല്ലാം കൊറോണയാണ് കാരണം. ഈ കലാരംഗത്ത് ഇറങ്ങാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നണ്ടപ്പം നല്ലൊരു കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി. ഇറങ്ങിയിട്ട് കലാജീവിതത്തിലേക്ക് എങ്ങനെ വന്നത്? കലാജീവിതത്തിൽ വന്നതെന്ന് വെച്ചാൽ അത് വർഷങ്ങൾക്ക് മുമ്പാണ് മനാഫിക്ക വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താ സംഭവം, അതിന്റെ ഒരു രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ റേഡിയോ ഷോയിൽ ഇപ്പം ന്യൂസിന്റെ ചീഫായിട്ടിരിക്കുന്ന ഇഷാം അബ്ദുൽ സലാമും ഞാനും ഒന്നിച്ചായിരുന്നു ദുബൈയിൽ താമസിക്കുന്നത്. അതിന് മുമ്പേ എനിക്ക് കല മനസ്സിലുണ്ട്, പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മളെ ഒന്ന് ഇൻസ്പയർ ചെയ്യണം ആരെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ. ജീവിതത്തിൽ ആരെങ്കിലും ഒരു നമ്മളെ എപ്പോഴും കണ്ടാൽ നമ്മുടെ ഈ കലാരംഗം കൊള്ളാൻ വിക്കി നല്ലൊരാള് കാണുമ്പം രസമുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്ന. അദ്ദേഹം അന്ന് ന്യൂസ് റീഡറായിരുന്നു, ഈ ഇഷാം അബ്ദുൽ സലാം. ഇഷാം റൂമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തപ്പുന്ന തന്നെയാണ്. ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഫ്ലാറ്റിൽ ഇഷാമിന്റെയും എഡിസൺ അച്ചായനും, പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ജീവിതമാണ് എഡിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇദ്ദേഹം പ്രത്യേക ഒരു സ്വഭാവമാണ് കേട്ടോ. അവനൊക്കെ ആരുമായിട്ടും ലിങ്ക് ആകത്തില്ല, മിങ്കിൾ ചെയ്യത്തില്ല, എന്ന് കൂടി നിന്ന് സംസാരിക്കാൻ ഇഷ്ടമല്ല ഇദ്ദേഹത്തിന്. അന്നില്ലേ നമ്മുടെ ഈ ഡെസ്ക്ടോപ്പ് ഉണ്ടല്ലോ, വാങ്ങിച്ചു വെക്കും, വലിയ നമ്മുടെ ഈ മോണിറ്റർ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇദ്ദേഹം ഒരു സാധനമൊക്കെ സെറ്റ് വെച്ചേക്കും. എന്നിട്ട് സെറ്റ് വെച്ചിട്ട് ഇയാൾ അന്ന് കമ്പോസിങ് എഞ്ചിനീയറാണ് റേഡിയോ ഷോയുടെ. നല്ല മ്യൂസിക് ഒക്കെ ചെയ്യാൻ അറിയാം. നല്ല ഏകദേശം അയാൾക്ക് എല്ലാ കീബോർഡും കാര്യങ്ങളും എല്ലാം ഏകദേശമുള്ള നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉപയോഗിക്കാൻ അറിയാം ഒറ്റയ്ക്ക്.
നല്ലപോലെ അത് കമ്പോസ് ചെയ്യാനും അറിയാം, എല്ലാം അറിയാം. പക്ഷേങ്കിൽ ആൾക്കാരുമായിട്ട് സഹകരണമല്ല ഇവിടെ സജ്ജൻ. ഒരു ദിവസം ഇങ്ങനെ കയറി ഞാൻ ചോദിച്ചു, ഇയാൾ എന്തുവോ, ഇയാൾ ആളോട് സഹകരിക്കത്തൊന്നുമില്ല, ഇയാൾ എന്തോ വല്ല പോത്തോ വല്ലോ എന്ന് ഞാനും കണ്ട് അപ്പൊ ചോദിക്കുന്നു. നമുക്ക് ഇനിയിപ്പം കലാജീവിതത്തിൽ വരെ എത്തിച്ചേരണം, അങ്ങനെ എന്തെങ്കിലും ഡ്രീമുകളുണ്ടോ? കലാജീവിതത്തില് ഒരു സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ അറിയപ്പെടണം, ഒരു celebrity ആവണം, അങ്ങനെ വല്ലോ? തീർച്ചയായിട്ടും നമുക്ക് വലിയ ആളൊന്നും ആകണ്ട. അതായത് ഈ അഭിനയം എന്ന് വെച്ചിട്ട് പാഷനാണ്. സമ്പത്തിനെക്കാട്ടി വലുത് നമ്മുടെ മനസ്സിലൊരു കലാരംഗം ഇരിക്കുന്നു. ഒരു ഇഷ്ടമുണ്ടല്ലോ കലയോടൊരു, നമുക്കൊരു പ്രേമം, എന്താ അറിയോ, അതൊരു ദേവീ സങ്കല്പത്തിലാണ് മനാഫിക്ക് ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ. എല്ലാ കലാകാരന്മാരും എപ്പോഴും സ്നേഹിക്കുന്നത് മൂകാംബിക അമ്മയാണ്, സരസ്വതി ദേവിയെ. അപ്പം അമ്മയുടെ ഒരു ഭയങ്കര ഒരു നമുക്കൊരു ഇതുണ്ടെന്ന് തോന്നുന്നു, ഒരു വൈബ്രന്റ് എന്താ വെച്ചാൽ നമ്മൾ ഇദ്ദേഹത്തിന് അമ്മയുടെ ഒരു രീതി, ആ കലാരംഗത്തോടുള്ള സ്നേഹം. അപ്പൊ ഒന്നും തന്നില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓടിയങ്ങ് ചെല്ലും. എന്താ അറിയോ, നമ്മള് പ്രതിഫലം ഇച്ഛിക്കാതെ അങ്ങ് പോവും. എന്താ അറിയോ, നമ്മുടെ വീട്ടിലും ഫ്രണ്ട്സിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഈ കലാജീവിതമായിട്ട് നാട്ടുകാർക്കൊക്കെ ഇപ്പം ഏകദേശം ഒക്കെ അറിഞ്ഞു തുടങ്ങി. നേരത്തെ ഒന്നും ആർക്കും അറിയാൻ വയ്യായിരുന്നു. എന്താ വെച്ചാൽ ഇത് യൂട്യൂബിലല്ലേ നമ്മൾ കയറുന്നെന്ന് വെച്ചാൽ, യൂട്യൂബിലും പിന്നെ OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ കയറി പോകുന്നു. നമ്മൾ ബിഗ് സ്ക്രീനിൽ വന്നിട്ടില്ല. അപ്പൊ കാണുമ്പം എല്ലാരും പരിഹസിക്കും, ഈ താടി എന്തിനാടാ വെച്ചേക്കുന്നത്, ഈ പൂശാന്താടി ഇങ്ങനെ നീട്ടി വളർത്തി എന്തിനാടാ, മൂടി എന്തിനാടാന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഇത് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി, ഇത് വേണ്ടി കലാരംഗത്തിന് വേണ്ടി വെക്കുന്നതാണ്, അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കയറി കണ്ടപ്പോഴത്തേക്ക് അവർക്കൊരു ഇപ്പൊ ഒരു അതിശയമുണ്ട്, ഇവൻ ഇങ്ങനെ നടന്നാ മതി, എന്നാ ഇവൻ ഇങ്ങനെ ആണെങ്കിൽ ഇവന് എന്തെങ്കിലും ആകത്തുള്ളു. ലൈഫായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് വിക്കിക്ക് എന്താണ് ഇപ്പം ജെന്യൂൻ ആയിട്ട് നമുക്ക് ജോലി എന്താണ്, നമ്മുടെ ജോബ്? ഇതൊരു പാഷനായിട്ടാണെങ്കിലും നമുക്ക് ജോബ് നിലവിൽ എന്തൊക്കെയാ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ ദില്ലി ബേസ്ഡ് ഒരു കമ്പനിയുടെ നമ്മുടെ ടെക്നീഷ്യൻ വിത്ത് ട്രെയിനിയാണ്. ദില്ലി ബേസ്ഡ് ഒരു കമ്പനിയുടെ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ മെഷീൻ എവിടെ പോയാലും അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഈ മെഷീൻ അസംബിൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇതാണ് ഓൾറെഡി എൻ്റെ ജോബ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ കൊറോണ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ലോക്ക്ഡൗണും കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ ഇച്ചിരി ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം അത് ഉടനെ എല്ലാം സ്റ്റാർട്ടാവും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും കിട്ടുന്ന ജോലിക്കൊക്കെ അങ്ങ് പോവുക. നമുക്ക് പിന്നെ ജോലി ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യും നമ്മള്. തീർച്ചയായിട്ടും എന്താ അറിയാ, നമുക്ക് വേറൊന്നും അറിയാൻ വയ്യ, കലയറിയാം. പിന്നെ കലാരംഗത്ത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ഞാൻ 17ഓളം ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ അത്യാവശ്യം ഓർമ്മയുള്ള പേരൊന്നും. പിന്നെ ഒന്ന് നമ്മുടെ അനിൽ കരുവാറ്റയുടെ തെറ്റല്, അതിനകത്ത് നമ്മുടെ പത്മരാജൻ ചേട്ടന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ, ഇപ്പൊ കണ്ണൻ ചേട്ടൻ പറഞ്ഞ കൂട്ട് ഏറ്റവും വലിയ കലാകാരന്മാരെല്ലാം ഇവിടെ കിടക്കുന്ന പത്മരാജൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സംവിധായകന്റെ സ്ഥലത്തിരുന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹമുണ്ട്, അശോകൻ ചേട്ടനുണ്ട്, ഇവിടെ നമ്മുടെ എന്തുവാ ഒരു കുറേ കലാകാരന്മാർ, അങ്ങനെ കഥകളിയുടെ നാട് ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഇവിടെ കുറേ അങ്ങനെ കലാകാരന്മാരും ഭയങ്കര ഇതിനകത്ത് സെലിബ്രിറ്റികളായ സിനിമാ ഫീൽഡ് മുഴുവൻ ഏകദേശമുള്ള ഭാമയെ കല്യാണം കഴിച്ചത് ഇതാണ്ട് ഇപ്പുറത്ത് കിടക്കുന്ന ഒരു പയ്യനാണ്. ഭാമ അങ്ങനെ ബന്ധങ്ങൾ കുറെയാണ്. ഭാമ ഈ നാട്ടുകാരി എന്ന് പറയാം. ഇപ്പോന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും ശ്രീകുമാരൻ ചേട്ടനെ, പിന്നെ ഈ അത് എന്താ ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ, അരിപ്പാട്ട് തന്നെ ജീവിച്ചു പോയ മനുഷ്യൻ അല്ലേ, ഇല്ല കാണാൻ ചേട്ടാ. അപ്പൊ വിക്കി ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തില് ഇപ്പൊ അത്യാവശ്യം വിക്കിയുടെ ഒരു ജീവിതം, എന്റെ ജീവിതം അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരുടെ ജീവിതം ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിലേക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും വലുതായിട്ട് ആരും കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ ചെറിയ മാഫിയകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കാര്യം പുതിയ ആൾക്കാരെ കയറ്റിവിടാതെ. അപ്പൊ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ വേറെ ആണെങ്കിൽ തന്നെയും എന്താണ് പുതിയ പ്രേക്ഷകരടിക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരടിക്കുക കടന്നു വരാൻ വേണ്ടിയിട്ട് എന്താണ് വിക്കിക്ക് പറയാനുള്ളത്? ഞാൻ എല്ലാവരോടും പറയാനുള്ള കാര്യമുള്ളൂ, ഒന്ന് ഈ ഓഡീഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അതിനകത്ത് പോയി പങ്കെടുക്കരുത്. എന്തറിയോ, നല്ല കഴിവുള്ളവരാണെങ്കിൽ നല്ല സംവിധായകന്മാരെ പോയി കാണുക, അവരുടെ കഴിവ് എന്തുണ്ട്. എന്താ പറയുക, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മാസ്റ്റർ മനാഫ് എന്ന ആള് അഭിനയിപ്പിച്ചേക്കുന്ന ആരെ ഓഡീഷനിൽ എടുത്തല്ല. എന്താ പറയുക, അവരെങ്ങനാണെങ്കിലും ഞാൻ പറയാം, പട്ടിയെ കൊണ്ട് വരെ അഭിനയിപ്പിച്ചിട്ടുള്ള ഈ കലാരംഗത്ത് ഓഡീഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ആവശ്യമില്ല. എനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ വിളിച്ചിട്ട് 2 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി 500 പേരെ വിളിച്ചിട്ട് അവരെ ആക്ഷേപിക്കുന്നതിലാണ് ഈ സംഭവം പോകുന്നത്. അതിന് വേണ്ട. കാരണം
ഒരു മനുഷ്യന്റെ പണിയും കളഞ്ഞ് വണ്ടിക്കൂലിയും മുടക്കിയിട്ട് ഒരുപാട് ആശ വെച്ചിട്ടായിരിക്കും ഒരു സിനിമയിലേക്ക് വരുന്നത്, ഒരു ഓഡീഷൻ വരുമ്പോ. പക്ഷെ നേരെ മറിച്ച് ഡയറക്ടർമാർ വിളിച്ചിട്ട് ആ ക്രൗഡിന്റെ മുന്നിൽ വെച്ചിട്ട് അവർ ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പൊ അവരുടെ സാമ്പത്തികം, ഒരു ദിവസം നഷ്ടങ്ങള്, ഇത്രയും കാര്യങ്ങളും ഉപരി തന്നെ അവരുടെ ആ ഒരു പ്രതീക്ഷ അതും കൂടെ മങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരുപാട് നിരാശയാണ് ഈ ഒരു ഓഡിഷൻ കൊണ്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലേ വ്യക്തി? ഞാന് പിന്നെ പറയട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സംവിധായകനാണെങ്കിൽ അവന് അഭിനയം എന്താണ് ആളിന്റെ ക്യാരക്ടറിന്റെ എന്ത് ഔട്ട്പുട്ട് എടുക്കേണ്ടതെന്ന് ആ സംവിധായകൻ അറിയാം. ഒരു പട്ടിയെ കൊണ്ട് പോലും അഭിനയിപ്പിക്കുന്ന ഈ ലോകത്ത് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധായകന്മാരാണ്. ഒരു സംവിധായകൻ നല്ലവനാണെങ്കിൽ ആ സിനിമ പക്കയായിരിക്കും. ഞാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇവിടെ വലിയ സെലിബ്രിറ്റികളെയും അല്ലെ സൂപ്പർ സ്റ്റാറുകളും ഒന്നും വേണ്ട ഒരു സിനിമയ്ക്ക്. നല്ല കഥയുണ്ടാകണം, നല്ല അഭിനയം, കുറച്ച് ആത്മാർത്ഥത എന്ന് പറയാ, ഇത് ചെയ്യാൻ കഴിവുള്ള, കുറച്ച് അഭിനയിക്കാൻ കഴിവുള്ള എന്ന് വെച്ചാൽ സംവിധായകന് കഴിവുണ്ട്, അഭിനേതാവിനും കഴിവുണ്ടാവും. അങ്ങനെ ഒരു ആത്മാർത്ഥത, ഇത് ഒരു കൂട്ടായ്മയാണ്. എല്ലാം കൂടി ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സിനിമ എന്ന് വെച്ചാൽ. ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞാനും മനാഫക്കായിട്ട് ഇപ്പോൾ വെബ് സീരീസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ 3 പേരിരുന്ന് കൂട്ടായിട്ട് ആലോചിക്കും. കണ്ണൻ ചേട്ടനുണ്ട്, കണ്ണൻ ചേട്ടൻ ഞാനും മനാഫക്കായിട്ട് ആലോചിക്കും എന്താണ് അടുത്ത ത്രെഡ് ഇടേണ്ടത്. അപ്പം മനാഫക്ക ഒരു ഡയലോഗ് പറയും, അത് ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് ഞങ്ങൾ അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് സിനിമയുടെ എന്തിന്റെയും കലാരംഗത്തിന്റെ ഒരു വിജയം. ഈ കലയിൽ ആരും ഇപ്പൊ മോഹൻലാലിനെ കണ്ടാലും മമ്മൂക്ക കണ്ടാലും അല്ലെ വേറെ കണ്ടാലും അവരാരും വലിയവരല്ല. ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം അവർ ചെയ്തു പോകുന്നു. ഇപ്പൊ മോഹൻലാൽ ചെയ്യുന്ന സാധനം മമ്മൂട്ടിയോട് പറഞ്ഞാൽ മമ്മൂട്ടി ചെയ്യാൻ പറ്റില്ല, മമ്മൂട്ടി പറയുന്ന സാധനം മോഹൻലാലിനോട്. എനിക്ക് ഏറ്റവും ഇഷ്ടം സന്തോഷ് പണ്ഡിറ്റിനെയാണ്, അറിയോ. ആരും വേണ്ട, അദ്ദേഹം എല്ലാ കാര്യം ചെയ്ത് ഒരു സിനിമ 5 ലക്ഷത്തിന് ഇറക്കാൻ ഒരു സംവിധായകനോ ആരും ഇല്ല, അത് പറഞ്ഞു കൊടുക്കുക ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കലാകാരനാണ് സന്തോഷ് പണ്ഡിറ്റ്. എന്തറിയോ, സന്തോഷ് ഏട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തറിയോ, തർക്കിച്ച് ജയിക്കാനും പറ്റത്തില്ല ആർക്കും. എന്താ പറയുക, വിവരമുണ്ട്. ഇന്ന് കാണുന്ന ഒരു സിനിമാ നടന്മാർക്കും അത്രയും വിവരവും ഇല്ല, അദ്ദേഹത്തിന് നേരെ നിൽക്കാനുള്ള കഴിവുമില്ല. പിന്നെ നമുക്ക് 3 വിഷയങ്ങളും കൂടാണ് വിക്കിയിൽ നിന്ന് അറിയാനുള്ളത്. നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായ ഒരു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കാണും, അതേപോലെ തന്നെ ഏറ്റവും ദുഃഖമുള്ളൊരു സന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ വിക്കിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ നിമിഷവും സങ്കടം ഉണ്ടായ നിമിഷവും ഒന്ന് പറയാം. 2 ചോദ്യത്തിന് രണ്ടും ഈ സന്തോഷവും ദുഃഖവും ഒരു നാണയത്തിന് 2 വശം വെക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ വർണ്ണിച്ചു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു സന്തോഷം കിട്ടുമ്പം നമ്മൾ ആലോചിച്ചോണം ഒരു ദുഃഖം പിന്നിലിരിക്കുന്നു, എപ്പോഴും പ്രതീക്ഷ വേണം. പിന്നെ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളിപ്പോ KFC കഴിച്ചോ അല്ലെ പിസ്സ കഴിച്ചോ, പക്ഷെ നാളെ കഞ്ഞി ആണെങ്കിലും കഴിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്തറിയോ, എന്റെ ഒരു രീതി വെച്ചാണ് ഞാൻ പറയുന്നത്. കഞ്ഞി ആണെങ്കിലും ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കുക, KFC ആണെങ്കിലും ഇപ്പം കുഴിമന്തി ആണെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഏറ്റവും 5 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കുന്നു, നാളെ ചിലപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നു, അതും സന്തോഷത്തോടെ കഴിക്കാവുള്ളൂ. ഇതാണ് സന്തോഷവും ദുഃഖവും. ഇതിനെ സന്തോഷവും ദുഃഖവും എന്നല്ലാതെ ഒന്നിനെ അംഗീകരിക്കുന്നില്ല, ഒന്നിനെ അംഗീകരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ സന്തോഷവും ദുഃഖവും. ഒരുപാട് ഫീൽ ചെയ്യരുത് ലൈഫിലെന്ന് വെച്ചാൽ. ഫീൽ ചെയ്യുന്ന ഒരു സ്വഭാവമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണം പോലും ഫീലിംഗ് അല്ല, ഒരു അന്നേരം വരുന്നൊരു ഫീലിംഗ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ചായ കുടിച്ച് അവരും ഫുഡൊക്കെ കഴിച്ച് അവർ പിന്നെ ഞാൻ എപ്പോഴും പറയും, മരണം കാക്കയുടെ കൂട്ടാണ്. കാക്ക മരിച്ചു കഴിഞ്ഞാൽ കാക്കയെല്ലാം കൂടും, ഒന്ന് കാക്കാന്ന് കരയും, അവരെല്ലാം പിരിഞ്ഞു പോകും. 4 ദിവസം കഴിഞ്ഞ് അതിന് വിശക്കും, അത് പോകും. അതുപോലാണ് മനുഷ്യന്റെ ജീവിതം. ഒരു പ്രത്യേകതയില്ല, എന്തറിയോ, ഒരു പ്രത്യേകതയില്ലാത്ത സന്തോഷം ദുഃഖം അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാക്സിമം നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുക, ചിരിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ വിക്കി ജീവിയാണ്. അപ്പൊ വിക്കി, ഞാൻ നമ്മുടെ ഈ മുടി ഇങ്ങനെ വെച്ചേക്കുന്നതിന്റെ പേര് നമ്മുടെ മാരേജും കാര്യങ്ങളും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈഫ് എങ്ങനെ പോകുന്നു? കുട്ടികളുണ്ടോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, കഴിച്ചിട്ടില്ല. എന്താ പറയാ, പ്രത്യേകിച്ച് എന്നെ കണ്ടാൽ പോലും ആരും കഴിക്കാൻ വരത്തില്ലല്ലോ. കഴിക്കാൻ വിളിക്കും, കഴിക്കാൻ വരത്തില്ല കൂടെ. കുഴപ്പമില്ല, എവിടെങ്കിലും ഇരിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെ മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കലാരംഗത്ത് ഇരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നം എന്താ പറയുക, വലിയൊരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ കലാരംഗത്ത് ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നു. ജസ്റ്റ് അവിടെ ഷൂട്ടിംഗ് ആണെന്നവർക്കറിയാം, ഒന്നുമില്ല, പിടിച്ച് വിട്ടു, നമ്മളിഞ്ഞ് പോരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോരുന്നു. നമ്മളും അവിടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല.
പക്ഷേ ഈ കെട്ടിപ്പിടിച്ച കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഇടി ഉണ്ടാക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ എല്ലാം പോയില്ലേ, പിന്നെ പൊളിഞ്ഞ് നാശമായി പോകും. മനസ്സിലായത്? അപ്പം ഭാവി വധുവിന്റെ അടുക്ക് എന്താണ് ആ ഒരു സംഗതി പറയാനുള്ളത്? ഭാവിയിൽ വധു ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാരും വരല്ലേന്ന് എന്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഭാവിയിൽ ആവശ്യമില്ല. മനസ്സിലായെന്ന് വെച്ചാൽ ഇനിയിപ്പോ അങ്ങനെ സംഗതി വന്നു കഴിഞ്ഞാലേ ഒരു അത് എന്നുള്ള രീതിയിൽ രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അതെങ്ങനെ വാണിംഗ് ഒന്നും ഇല്ലെന്നേ. ഇത് രണ്ട് മനസ്സിന്റെ ചേർച്ചയാണ്. എന്ന് വെച്ചാൽ ഇവിടെ കുറെ ജാതകം നോക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. ഇതൊക്കെ വെറും എന്താ വേസ്റ്റ് ആണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. രണ്ട് മനസ്സുകൾ നമ്മൾ ചേരുമ്പോഴും ആ മനസ്സിന്റെ ഒരു ബന്ധം ഉണ്ടാകുമ്പോഴുമാണ് യഥാർത്ഥ ഒരു ലൈഫ് ഉണ്ടാകുന്നത്. നമ്മുടെ കൂടെ എത്ര പെൺപിള്ളേർ അഭിനയിക്കാൻ ഒക്കെ കണ്ടില്ലേ, നമ്മുടെ വരുന്ന വെച്ചാൽ എന്റെ അടുക്ക് വന്ന് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിരിക്കും, എനിക്ക് ചേട്ടാന്ന് വിളിച്ചിരിക്കും. അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരങ്ങ് പോവാണ്. നമ്മളൊരു ഫോൺ പോലും ചെയ്യാൻ പോകുന്നില്ല അവരെ. എന്തറിയോ, ആ ഒരു ബന്ധമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ അടുക്ക് വരുന്നു, എൻ്റെ അടുക്ക് സംസാരിക്കുന്നു. പക്ഷെ നമ്മളെയും കൂടെ മനസ്സിലാക്കണം. ഇപ്പൊ എനിക്ക് ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്നത് 2 മണിക്കാണ്. 2 മണി കഴിയുമ്പോൾ ചോറില്ല, കിടക്കാൻ സ്ഥലമില്ല, റൂം തുറക്കുന്നില്ല, ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. മനസ്സിലാന്ന് വെച്ചാൽ അപ്പൊ ഇത് എന്റെ റൂമിൽ തന്നെ, എന്റെ റൂമിന്റെ ചാവി എന്റെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ തുറന്നങ്ങ് കയറുവാണെങ്കിൽ ജസ്റ്റ് ആരോടൊന്നും പറയണ്ടല്ലോ. ഇതൊരു ജീവിതത്തിന്റെ ഒരു ഫ്രീഡം. എന്താ പറയാ, നമുക്ക് അതുപോലെ അവർക്കും ഫ്രീഡം എടുക്കാം. ഇപ്പം ഒരു ഷൂട്ട് എന്റെ കൂടെ വരുന്ന ഒരു എന്റെ കൂടെ ഇപ്പം ലീവിങ് ടൂതർ ആണെങ്കിലും വൈഫ്, നമ്മുടെ ഗേൾ ഫ്രണ്ട് എന്റെ കൂടെ താമസിക്കുന്നു. അദ്ദേഹത്തിന് ഷൂട്ടുണ്ട്. ഷൂട്ടും കഴിഞ്ഞ് വരുന്നു, 2 മണിക്കാണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേൾക്കുമ്പോഴേ റൂം തുറന്നു കൊടുക്കും. എന്താ പറയാ, ഈ ഷൂട്ടെന്ന് വെച്ചാൽ കാണുന്ന ഈ അവിടെ നിന്നും ഞാൻ കണ്ട ലൊക്കേഷനിലൊന്നും ഈ വേറൊന്നും നടക്കുന്നൊന്നുമില്ല. ഞാൻ അവിടെ ഒരു 10,000 പേര് നിൽക്കുന്നു, അല്ല 5,000 പേര് നിൽക്കുന്നു. ഇവരെല്ലാവരുടെയും മുമ്പിൽ ഒരു പെണ്ണ് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവളെ ആര് ചൂഷണം ചെയ്യാനാണ്? പിന്നെ ഒരു കഥാപാത്രത്തിന്റെ ആ രീതി വെച്ചിട്ട് അവരെ ആക്ട് ചെയ്യുന്ന അവർക്ക് ആ ലൈഫിലാണ് അവർ ജീവിക്കുന്നത്. സഹകരണം കൊണ്ടാണ് മാത്രമേ ഒരു നമ്മളൊരു സീൻ എടുത്ത് മാറ്റുന്നത്. ഇപ്പൊ എന്റെ കൂടെ കിടക്കുന്ന പെണ്ണ് അങ്ങോട്ട് വന്നിട്ട് പറയാം ഞാൻ അവനെ കെട്ടിപ്പിടിക്കത്തില്ല, അല്ലെ ഞാൻ അവിടെ കൂടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ പൊട്ടിയില്ലേ, അല്ലെ ഷോർട്ട് ഫിലിം പൊട്ടിയില്ലേ? ഇതൊക്കെ ചെയ്യാൻ തയ്യാറാകുന്നവരെ അഭിനയിക്കാൻ വരാവുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് പറയാനുള്ള കാര്യം, അഭിനയമൊന്നും പറഞ്ഞ് വല്ല പോയി ട്രാപ്പിലൊന്നും ചാടിയിട്ട് വന്ന് നമ്മുടെ ചോദിക്കാൻ പറ്റുന്നത്. നമ്മുടെ കൂടെ വന്ന് ഇത്രയും കാലം ഇക്കരുത് നമ്മുടെ കൂടെ വന്ന ഒരു പെണ്ണും ട്രാപ്പിൽ ചാടിയിട്ടില്ല. എന്താ പറയുക, നമ്മളെ കൂടെ അഭിനയിക്കാൻ വന്ന കൊച്ചുങ്ങളെ നമ്മൾ രാത്രി 1 മണിക്ക് 2 വീലർ ഇരുത്തി വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ആ വീട്ടിലിരുന്ന് കട്ടൻ ചായം കുടിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഈ വലിയ വില്ലന്മാരൊന്നും ഈ ലോകത്തില്ല കണ്ണൻ ചേട്ടാ. എന്താ പറയുക മനവക്ക്, എന്താ പറയുക സംഭവം, നമ്മളിപ്പോ ഒരു വീട്ടിലൊരു കൊച്ചിനെ കൊണ്ടാക്കാൻ പോകുന്നു. ഞാനിപ്പോ ഒരു ആണാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് എതിർക്കാം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സിനിമയിൽ ഇവിടെ നടക്കുന്ന ഭയങ്കര ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, ഹേമ കമ്മീഷന്റെ വലിയൊരു വിഷയം വരുന്നു. ഇവരൊക്കെ അന്ന് ഇവിടെ പ്രതികരിക്കാൻ ഞാൻ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. അവർക്കൊരു സിനിമയും പോകത്തില്ല, ഒന്നും പോകത്തില്ല. അടുത്ത ആള് വിളിക്കും, അന്തസ്സുള്ള പെൺപിള്ളേർ അന്നേരം പ്രതികരിക്കണം. എന്തറിയോ, ആണും പെണ്ണും എന്നുള്ള വിവേചനം പോലും പാടില്ലെന്ന് ഞാൻ പറയുന്നത്. എന്തറിയോ, അവർക്ക് നമ്മൾ എന്ത് പ്രത്യേകതയാണ് ഞാനും അവരുമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല. പെണ്ണായി പോയി, ആ പെണ്ണ് പിന്നെ ഒതുങ്ങി വീട്ടിൽ പോകേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിക്കുന്നതിനെ നമ്മൾ ആ സെക്കൻഡ് ഉപദ്രവിക്കണം. ഒരു പെണ്ണാണെങ്കിലും പെണ്ണിന് അത് പഠിച്ചു വെക്കണം. ഇപ്പൊ വഴി കൂടെ പോകുന്നു, അല്ലെ കൊണ്ടുപോകുന്നു, അവിടെ റൂമിൽ ചെന്ന് മുട്ടുന്നു, ചെരുപ്പൂരി അടിക്കണം. ചെരുപ്പ്. അപ്പം വിക്കി, ഇനിയിപ്പം നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ എന്തായാലും തിരുവോണമാണ്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ലൈഫിനെ കുറിച്ചിട്ട്, പിന്നെ ജോബിനെ കുറിച്ചിട്ട്, സിനിമയെ കുറിച്ചിട്ട്, ഹേമ കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ വിക്കിയിൽ നിന്ന് അറിയാനുണ്ട്. 2 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഈ ഒരു സിനിമയിൽ എല്ലാവരും മീഡിയ ലൈഫ് എന്ന് വെച്ചാൽ വെറും ജസ്റ്റ് ആണുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് പെണ്ണുങ്ങൾക്ക് കൂടെ വേണ്ടിയാണ്. അവരില്ലാതെ നമ്മളില്ല. ഇങ്ങനൊരു ബന്ധത്തിൽ കിടക്കുവാണ്. എന്നുവെച്ചാൽ അമ്മയില്ലാതെ മോനില്ല, പെങ്ങളില്ലാതെ ആങ്ങളയില്ല, ഭാര്യയില്ല ഭർത്താവില്ല, ഭർത്താവില്ല ഭാര്യയില്ല. ഇങ്ങനെ ഒരു ബന്ധത്തിൽ കിടക്കുന്ന ഒരു സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ കാണുന്ന അറിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തന്നെ എനിക്ക് അടുത്ത ചാൻസ് അവൻ തരുമല്ലോ എന്നും പറഞ്ഞ് പോയി ട്രാപ്പിൽ വീണിട്ട് കുറെ കാലം കഴിഞ്ഞ് ഇവരൊക്കെ വയസ്സായി, ഇവരൊക്കെ മുഖം ചുളിഞ്ഞ് നാശമാകും പറഞ്ഞിട്ട് ജയസൂര്യ തൊട്ടു, പിന്നെ നിവിൻ പോളി പിടിച്ചു, മോഹൻലാൽ ഞോണ്ടി, ഇതൊക്കെ അങ്ങനെ പറയരുത്. എന്തറിയോ, ഇനിയും മമ്മൂട്ടിയുടെ പേര് മാത്രം വന്ന്, മമ്മൂട്ടിയുടെ ഒരു പേര് വന്നായിരുന്നു, എന്നിട്ട് ആരും പറയാൻ ധൈര്യപ്പെട്ടില്ല. എന്തറിയെന്ന് വെച്ചാൽ മമ്മൂട്ടി എനിക്കറിയാന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ അദ്ദേഹം ആരുമായിട്ട് സഹകരിക്കാത്ത, എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഗ്യാപ്പ് ഇട്ട് സഹകരിക്കുന്ന മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് വെച്ചാൽ. ലാലേട്ടൻ ഇച്ചിരി ഫ്രീ ആണ്. അപ്പം ജയസൂര്യ എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കാലഘട്ടം തൊട്ട് നോക്കും, ജയസൂര്യ എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യൻ, നല്ല അഭിനയത്തിന് നല്ലൊരു, നമ്മൾ അവരെ ആക്ഷേപിക്കുക ആലോചിക്കണം, അവരുടെ ഒരു ഫാമിലിയും കൂടെ നിൽക്കുകയാണ്. ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു സംഭവം ഇന്ന് പറയുമ്പോ ഫാമിലിയും കൂടെ തകരുകയാണ്. കുഞ്ഞുങ്ങളും മക്കള് വളർന്നില്ലേ, അവരിപ്പോ കോളേജിൽ പഠിക്കുവായിരിക്കും കുഞ്ഞുങ്ങള്,
ആലോചിക്കണം. ഇവരുടെ പിന്നിൽ ആരും കാണത്തില്ലായിരിക്കും, ഇവർക്ക് എല്ലാവരും ഉള്ളതാണ്. അതൊക്കെ തെറ്റാണ്. എന്താ അറിയോ, നമ്മൾ അംഗീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നെങ്കിലും ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, ഇപ്പം നമ്മള് പ്രളയം കണ്ടു, വയനാടിന്റെ ദുരന്തം കണ്ടു, എല്ലാം കാണുന്ന അതിന്റെ ഇടയ്ക്ക് ഹേമ കമ്മീഷൻ വരുന്നു. ഹേമ കമ്മീഷൻ എഴുതി വെച്ചേക്കുന്ന വേറെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്ന പറഞ്ഞു, അതിന്റെ ചർച്ച പോലും ആരും ആക്കിയിട്ടില്ല. അപ്പൊ ആരൊക്കെയാണ് ഇടയ്ക്ക് റീമ കല്ലിങ്കലിന്റെ പുറകിന് പോകുന്നു, ആഷിക അബുവിന്റെ പുറകിന് പോകുന്നു, എവിടാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പോയി നിൽക്കുന്ന. റീമ നല്ലപോലെ വേഷം ചെയ്യുന്നു, അല്ലെ ആഷിക അബു നല്ലപോലെ സംവിധാനം ചെയ്യുന്നു. ഇതിന്റെ പുറകിനൊക്കെ എന്തിനാ പോയി? എവിടെയാണ് ഇവര് പ്രശ്നം എന്നുള്ളത്? ഞാൻ പറയുന്ന ഈ മട്ടാഞ്ചേരി മാഫിയ, അല്ലെ തിരുവനന്തപുരം മാഫിയ, കൊച്ചി മാഫിയ ഒന്നും അല്ല പ്രശ്നം. വേറൊരു മാഫിയ എങ്ങാണ്ടിരിക്കുന്നു, എല്ലാം തകർക്കാൻ വേണ്ടി, സിനിമാ ലോകത്തിന് തകർക്കാൻ വേണ്ടി. ഒരുപാട് നന്ദി, വിലപ്പെട്ട വാക്കുകളായിരുന്നു. ഇനിയും സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വിക്കിക്ക് പറയാനുണ്ട്, പക്ഷെ ഒരുപാട് സമയമായെങ്കിൽ തന്നെ രണ്ട് കാര്യങ്ങളും കൂടെ. ഒന്ന്, നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഈ ഫീൽഡിലേക്ക് ചതിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കലാഫീൽഡിലും ജീവിതത്തിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള ഒരു മനാഫിക്ക, എനിക്ക് ആകെ എന്റെ ബന്ധം എന്ന് വെച്ച സൗഹൃദമാണ്. എന്റെ ഭയങ്കര, എനിക്ക് ഏറ്റവും ലോകത്തെ വിശ്വാസം സൗഹൃദത്തിലാണ്. എന്തറിയോ, എല്ലാം പറയാൻ പറ്റുന്നത് ദൈവം കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സുഹൃത്തിന്റെ അടുക്ക പറയാൻ പറ്റുന്നത്. ഞാൻ അമ്മയോട് എന്ന് പറഞ്ഞ അമ്മ എന്റെ ചെരുപ്പൂരി അടിക്കും. എന്താ പറയുക, എല്ലാ സൗഹൃദം, എല്ലാ കാര്യവും അമ്മയുടെ അടുക്ക തുറന്നു പറയാൻ പറ്റത്തില്ല, അച്ഛന്റെ അടുക്കയും പറയാൻ പറ്റത്തില്ല, ചിറ്റപ്പന്റെ അടുക്കയും പറയാൻ പറ്റില്ല. എന്റെ സുഹൃത്തിന്റെ അടുക്ക പറയാൻ പറ്റും. പിന്നെ എന്റെ ദുഃഖങ്ങളും എല്ലാം അതുപോലെ പറയുന്നത് ദൈവത്തിന്റെ അടുക്കാണ്. ഇത്രയും ഈ സുഹൃത്തുക്കളില്ലാതെ ഞാൻ ഇല്ലല്ലോ. ഇപ്പൊ അമ്മയോട് എന്ന് പറയാം, നാളെ സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ അമ്മ ചോദിക്കും, മോനെ എന്ത് സിനിമ? അമ്മയ്ക്ക് ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ സുഹൃത്തുക്കളിലൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാല് ഇപ്പൊ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇതേപോലെ അല്ലെങ്കിൽ സാധാരണപ്പെട്ട വിക്കിയെ പോലെ അല്ലെങ്കിൽ കണ്ണൻ ചേട്ടനെ പോലെ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരെ ഒന്നും ഒരു ചെറിയ അവരുടെ വിശേഷങ്ങൾ തിരക്കാൻ പോലെ ഒരു മീഡിയ ഒരു പട്ടിയും വരത്തില്ല, കാര്യം റീച്ച് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു നമ്മുടെ തിരുവോണ നാളായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ, ലൈഫ് ഷെയറിങ്ങും എല്ലാം കൂടെ കിട്ടിയ ഒരു മുഹൂർത്തത്തിൽ എന്ത് പറയുന്നു? അത് ഞാൻ പറയുന്ന വെച്ചാൽ ഈ നമ്മുടെ ഒരു നിമിത്തമാണെന്ന് വെച്ചാൽ, ഞാനെല്ലാം നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് വെച്ചാൽ, കരുനാപ്പള്ളിയിൽ ആദിനാട് താമസിക്കുന്ന മനാഫിക്ക ഏതോ ഒരു കാലഘട്ടത്തിൽ കണ്ണൻചേട്ടനെ കാണാൻ പറ്റി, ഏതോ ഒരു സമയത്ത് എന്നെ കാണാൻ പറ്റി. ഇതൊക്കെ ഒരു നിമിത്തമാണ്. എന്തറിയോ, ഇതാണ് ബന്ധം. ഞാൻ കണ്ട രക്തബന്ധം ഇതാണ്. എന്നെ തിരക്കി വരുന്നതും മനാഫിക്കെ തിരക്കി വരുന്നതും കണ്ണൻചേട്ടനെ തിരക്കി പോകുന്ന ബന്ധങ്ങളാണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ മനാഫിക്കെ ആവശ്യമുള്ളപ്പോൾ മനാഫിക്കയുടെ മനാഫിക്ക എന്തുകൊണ്ട് വിശേഷം, ആ ഒരു സൗഹൃദമാണ് യഥാർത്ഥ രക്തബന്ധം. രക്തം എന്ന് പറഞ്ഞൊരു സാധനം, രക്തബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പോസിറ്റീവ് ആണ് എൻ്റെ ബ്ലഡ്. എ പോസിറ്റീവ് രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ കിടക്കുവാണ്. എൻ്റെ പെങ്ങളുടെ രക്തം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ബി പോസിറ്റീവ് ആയിരിക്കും. എന്ത് രക്തബന്ധം ഇരിക്കുന്നു? ഒരു ഗുണവുമില്ല. എന്റെ എ പോസിറ്റീവ് രക്തം കൊടുക്കുന്ന ആർക്കൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് രക്തബന്ധം. രക്തബന്ധമല്ല, രക്തബന്ധം യഥാർത്ഥ സുഹൃത്ത് ബന്ധവും അറിയുന്ന ആൾക്കാർ മനസ്സറിഞ്ഞ് വരുന്നതുമാണ് ഏറ്റവും നല്ല ബന്ധം. ഓക്കെ, പ്രിയപ്പെട്ടതൊന്നും മറന്നുപോയി, നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണ്? നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടുത്തിയില്ല. അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്, അവൾക്കൊരു കൊച്ചനുണ്ട്, അവൻ പഠിക്കുന്നു. ചെറിയ ലൈഫാണ്, വലിയ സംഭവമൊന്നുമില്ല. നമ്മളെ പഠിക്കാൻ വലിയ പുസ്തകമൊന്നും തുറക്കേണ്ട കാര്യമില്ല, 4 പേജിൽ വായിച്ചു കേൾക്കാം. എന്നാലും നമ്മൾ തള്ളയും തന്തയ്ക്കൊക്കെ പല പ്രതീക്ഷയും കാണുമല്ലോ. എന്റെ മോൻ ഉയരത്തിലെത്തും, ഡോക്ടറാവും അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നിരാശ എന്തെങ്കിലും വിക്കിയുടെ ജീവിതത്തിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ നാട്ടുകാർക്കോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിഷമം? ഞാന് മനാഫിക്ക പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ മക്കളെ ഇപ്പൊ മനാഫിക്കയ്ക്ക് മക്കളാണ് ഉണ്ട്, പിന്നെ കണ്ണൻചേട്ടന് മക്കളുണ്ട്. ഈ പ്രതീക്ഷ വെക്കരുത്, മനസ്സിലായോ? മക്കളുടെ വഴിയാണ് മക്കളുടെ വഴി. അത് തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന മാതാപിതാക്കന്മാരാണ് ഏറ്റവും സക്സസ്ഫുൾ. അല്ലാതെ അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന വഴി മക്കൾ പോകാൻ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തീരുമാനം എടുക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ഭാഗ്യം കിട്ടിയ ഒരു അമ്മയാണ്. അമ്മ എന്നോടൊന്നും പറയാറില്ല. അമ്മയ്ക്ക് ഈ കലരംഗമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അമ്മയ്ക്ക് അക്ഷരങ്ങളുമായിട്ട് ബന്ധമേ ഉള്ളൂ. അമ്മയ്ക്ക് അക്ഷരം അറിയാം, അക്ഷരം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമുള്ളൊരു ബന്ധമേ ഉള്ളൂ അമ്മയ്ക്ക്. അമ്മയ്ക്ക് കലാരംഗമായിട്ട് ബന്ധമില്ല. പിന്നെ എന്റെ വഴി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ആരും. എന്ന് വെച്ചാൽ ഞാൻ തന്നെ പോകുന്നു, ഞാൻ തന്നെ വരുന്നു, ഭയമില്ല. സന്തോഷമാണോ അമ്മക്ക് ഈ ഫീൽഡ് വിക്കി അഭിനയിക്കുന്നതിനോടൊക്കെ? സത്യം പറഞ്ഞ എന്റെ മനാഫിക്ക, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ, അമ്മ ഇതുവരെ എന്റെ ഒരു ഷോർട്ട് ഫിലിം പോലും കണ്ടിട്ടില്ല. എന്താ അറിയോ, അതിന് അമ്മയ്ക്ക് അറിയാൻ വയ്യ ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അമ്മ അത് ഒരു മീഡിയ പേഴ്സൺ അല്ല, പാവ ഒരു സ്ത്രീ. ഇല്ല, ഞാൻ എന്തറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. അമ്മയുടെ ഒക്കെ പോലും ഞാൻ ഒരു സാധനം കാണാറില്ല. ഇപ്പൊ മനാഫിക്കായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു കഴിഞ്ഞാൽ 1200 പേര് കാണുമ്പോഴത്തേക്ക് 1200 കണ്ടല്ലോ, അത്രയും മതി. ഞാൻ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്തറിയും, ഇവൻ അങ്ങ് തള്ളി മാറിക്കുക എന്നൊരു ലോകത്തിന്റെ ഒരു പ്രതീക്ഷ എനിക്കാണെങ്കിൽ. എന്തറിയെന്ന് വെച്ചാൽ,
നമ്മൾ തന്നെ. പിന്നെ ഇപ്പം കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ കൊണ്ട് കാണിച്ചെന്നോ അമ്മയ്ക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടെന്നോ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ വന്നിട്ട് കുറെ ആൾക്കാർ ഒന്നിച്ച് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എടാ ഒന്ന് അയച്ചേടാ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പൊ എന്റെ സന്തോഷം. അപ്പൊ എന്തറിയോ എന്റെ ഈ ഫോൺ നമ്പർ പോലും ഇല്ല. പെട്ടെന്ന് വന്നിട്ട് പറയാടാ വിക്കി ഒന്ന് വിളിച്ച് എനിക്കൊന്ന് ഫോൺ നമ്പർ ഒന്ന് തന്നെ, എന്നിട്ട് നീ ഈ ഫോൺ നമ്പർ നിന്റെ ഈ ഷോർട്ട് ഫിലിം എല്ലാം ഒന്ന് അയച്ചേ കാണട്ടെ. കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നത് വിക്കി സൂപ്പർ ആയിട്ടുണ്ടാ കേട്ടോടാ, നിന്നെ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, നീ ഒരു ഇങ്ങനെ നടക്കുന്നുണ്ട്, നീ മുടിയൊക്കെ വളർത്തിയാണ്, ഞാൻ വിചാരിച്ചൊരു പ്രാന്തന നിന്നെ പിന്നെ വളരെ അനുകരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും അനുകരിക്കാനില്ല. ഞാൻ മുടി വൈറ്റ് ചെയ്ത് എറണാകുളത്ത് പോയിട്ട് അത് കുറെ നേപ്പാളികൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് എനിക്ക് മുടി വൈറ്റ് ചെയ്യണം. അവരെന്നെ എമൗണ്ട് പറഞ്ഞ് അപ്പൊ തന്നെ സെറ്റിൽ ചെയ്ത് ഞാൻ അങ്ങ് ഏകദേശം ഒരു 9 മണി തൊട്ട് ഏകദേശം 2 മണി വരെ കുത്തിയിരിക്കേണ്ടി വന്ന് 5 or 6 പ്രാവശ്യം അവർ കെമിക്കൽ അടിച്ചു. ഏതൊക്കെ ക്രീം പുരട്ടിയാണ് എന്റെ മുടി വൈറ്റ് ചെയ്തത്. ഇപ്പൊ എന്നെ വിളിക്കുന്ന അപ്പൂപ്പന്നാ. സന്തോഷമാണ്. ഈ ഇത്രയും പ്രായത്തിൽ അപ്പൂപ്പനാകാൻ പറ്റിയല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. കണ്ണൻചേട്ടനെ പോലും അല്ല അപ്പൂപ്പനെന്ന് വിളിക്കുന്നില്ല. ടൈമാണ് കണ്ണ. അപ്പൊ നമുക്ക് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർ, ഇന്ന് തിരുവോണമാണ്, അപ്പൊ എന്താണ് നമ്മുടെ തിരുവോണമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള വിക്കിയുടെ ഗിഫ്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക്? മനാഫിക, തിരുവോണം ഇന്ന്, നാളെ നബിദിനം, ഇതെല്ലാം ഒന്നിച്ച് ആഘോഷിക്കുക. എന്നറിയോ, സൗഹൃദമാണ് വലുത്. മതവും ജാതിയും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന കുറെ മനുഷ്യരിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കുക. നമുക്ക് എപ്പോഴും സ്നേഹമായിരിക്കണം. ഇപ്പം എൻ്റെ അയലത്ത് കിടക്കുന്ന എല്ലാവരും ഇപ്പൊ എൻ്റെ വീട്ടിൽ വന്ന് ഇന്ന് ഓണമായിട്ട് ആഹാരം കഴിച്ചിട്ട് പോയി, നാളെ വരുമ്പോഴത്തേക്ക് നബിദിനമായിട്ട് ശകലമെങ്കിലും ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് എല്ലാവരും സൗഹൃദം, ഈ ജാതി മത ഭേദമന്യേ ജീവിച്ച് പഠിക്കുക. സൗഹൃദമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബന്ധം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ കുറെ രാഷ്ട്രീയക്കാര് കുത്തിത്തിരിപ്പുണ്ടാക്കി ജാതിയും മതവും പറഞ്ഞ് ഒക്കെ അവര് വ്യത്യസ്തമായിട്ട് അവര് സൂക്ഷിച്ച് ജീവിക്കുന്നു. അവർക്ക് ഈ ജാതിയും മതമൊന്നും ഇല്ല. എന്നറിയാം, അവര് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിച്ചു പോകുന്നു. നമ്മൾ കിടന്ന് പരസ്പരം തല്ലാതെ സന്തോഷമായിട്ട് പോകും. ഞാൻ കലാരംഗത്ത് വന്ന എന്ന് വെച്ചാൽ ഇന്നും നാളെ എപ്പോഴെങ്കിലും ഒരു മൊയിലിയാരും കാണും, ഒരു വാസുവും കാണും. നമുക്കേ ചിരിക്കാം ചിരിച്ചും കൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തിരികൊളുത്താം. കണ്ണൻചേട്ടൻ ഞാൻ എപ്പോഴും നമ്മൾ കണ്ടില്ലേ, ഞാൻ കണ്ണൻചേട്ടന്റെ ഇന്റർവ്യൂ നടക്കുമ്പോഴത്തേക്കും ഞാനിരുന്ന് ചിരിക്കുകയായിരുന്നു. അറിയോ, കണ്ണൻചേട്ടൻ നല്ലൊരു കോമഡിയനാണ്. എന്താ പറയുക വെച്ചാൽ കണ്ണൻചേട്ടനെ കണ്ടാ കണ്ണൻചേട്ടന്റെ ആ സ്വഭാവം വെച്ച് ഞാൻ പറയുവാണ് നല്ല എന്താ പറയാ ചിരിപ്പിച്ച് എന്താ പറയാ ഒരു നമ്മളെ അതെന്താ കണ്ണൻചേട്ടാന്ന് അറിയാം. എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെ അറിയാന്ന് വെച്ചാൽ, ഈ കരയിക്കാൻ കുറെ ആൾക്കാരുണ്ട്, ചിരിപ്പിക്കാൻ ആരുമില്ല. അപ്പം മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഏത് നിമിഷവും നമ്മൾ അവർക്ക് കഴിയത്തില്ല. നമ്മൾ ചിരിച്ചുകൊണ്ട് മരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സന്തോഷമായിട്ട്. അങ്ങനെ മരിക്കുന്ന അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും ഒരു ദുഷ്ടതയും ചെയ്യാതെ, ആർക്കൊരു ദ്രോഹവും ചെയ്യാതെ സ്നേഹിച്ചിട്ട് കണ്ണൻചേട്ടൻ നമുക്കേ ഇന്ന് തിരുവോണം നമുക്ക് സ്വല്പം കഴിഞ്ഞിട്ടൊന്ന് ആഘോഷിക്കണ്ടേ. എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ അനിയന്മാർക്കും, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഞങ്ങളുടെ മനാഫ് മോന്റെയും ചേർത്ത് ഞങ്ങൾ നല്ലൊരു ഓണാശംസകൾ നേരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓണം ഒരു ഹിന്ദു സമൂഹത്തിന്റെ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഓണത്തിന് ഈ മഹാബലി ഭരിച്ചത് ഈ ഹിന്ദുക്കളെ മാത്രമല്ല, കേരളമാണ് ഭരിച്ചത്. കായംകുളമല്ല, മഹാബലിക്കര എന്ന് പറയാം, മാവേലിക്കരയ്ക്ക് മഹാബലിക്കര എന്ന് പറയും, ഓണാട്ടുകര എന്ന് പറയും. മഹാബലി ജീവിച്ചിരുന്ന നമ്മുടെ സ്ഥലത്താണ്. മഹാബലിക്കരയായിരുന്നു, മാവേലിക്കരയായി മാറുന്നതാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ മഹാബലി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ഈ ഇതൊന്നും അല്ല പറഞ്ഞ എല്ലാരും തൃപ്തിയോടെ ജീവിക്കണം. ഓണപ്പാട്ടിന്റെ ഒരു വരി ഓണപ്പാട്ടിന് ഓണം ഇഷ്ടംപോലെ പാട്ട്. പിന്നെ എന്റെ ഓണപ്പാട്ടുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓർമ്മകളാണ് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിന്നെ അല്ല മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, അത് പിന്നെയും കഴിഞ്ഞ് ദാസേട്ടന് നല്ല പാട്ടുകൾ ഇറങ്ങിയത്.
എനിക്ക് ഞാന് തോണിക്കാരനും അവന്റെ പാട്ടും ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന്, തോണിക്കാരനും അവന്റെ പാട്ടും കൂടണഞ്ഞു, ഇങ്ങനെ സ്റ്റൈലിൽ തരങ്ങണിയിലെ കുറച്ച് ഞാനെപ്പോഴും സർവീസ് ചെയ്തിട്ടുണ്ട് ടെക്നീഷ്യൻ. മനാഫിക്ക് എന്താ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എനിക്കൊരു കുറച്ചു കാലം കൊണ്ട് ഈ ഓണത്തിനെ ആരും ഒരു പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്തറിയും. ഇല്ലില്ല, പണ്ട് ഓണത്തിന് കാസറ്റ്, തരങ്ങണിയുടെ കാസറ്റ് ആയിരുന്നു ഓണം എന്ന് ഈ പറയുന്നത്. വർഷം ഓണം ഒഴിഞ്ഞത് കുറവാണ് മനാഫിക്ക്. എന്തറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെയിൻ കാരണം വെച്ചാൽ ഒരു വയനാട് പ്രശ്നമാണ്. നമ്മുടെ കുറെ ആൾക്കാർ, നമ്മുടെ മനസ്സിന്റെ കുറെ കുഞ്ഞുങ്ങള് ഒക്കെ മരണം അടയുന്നതും, നമുക്ക് പിന്നെ നമ്മളൊരു ആഘോഷം തരങ്ങണിയുടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ 2 വരി പറയാവുന്നേ പറയാം, പാടാൻ കഴിയില്ല. ഞാനവിടെ പറഞ്ഞാൽ മതി. വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു പാട്ടാണ് യേശുദാസിന്റെ, അതായത് കാലൻ സൗണ്ട്. യേശുദാസിന്റെ കാലൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സൗണ്ട് തൊഴുകൊണ്ടാണ് പറയുന്നത് കാലൻ സൗണ്ട്. അദ്ദേഹത്തിന്റെ വോയിസ് പല ഭാഗത്തും ലോകത്തിന് ചർച്ചയായതാണെന്ന് വെച്ചാൽ, ലോകത്തിന് ചർച്ചയായ ഒരു പൊട്ടിച്ചിരിക്കുവിൻ കുഞ്ഞുങ്ങളെ, പൊട്ടിച്ചിരിക്കുവിൻ കുഞ്ഞുങ്ങളെ, പൊട്ടിവിടരുന്നു പൂവെളിച്ചം, മറ്റത്ത് പൂക്കലും മറ്റത്ത് കാറ്റിലും മറ്റും കൂടി നടന്നു പൂനുള്ളിയും കിട്ടിയ പൂക പങ്കുവച്ചു താമിൽ കെട്ടിപ്പിടിച്ചോണ പാട്ടുകൾ പാടിയും പൊട്ടിച്ചിരിക്കുവിൻ കുഞ്ഞുങ്ങളെ. യേശുദാസിന്റെ ഒരു ചിരിയുണ്ട് ആ പാട്ടിൽ, എന്റെ പോന്നോ. അല്ല, നല്ല ഓണപ്പാട്ടുകളും നല്ല എന്താ അറിയോ ഞാൻ പറയാന്ന് വെച്ചാൽ, ദാസേട്ടന്റെ ഒരു കഴിവെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും കണ്ണ് തള്ളിപ്പോണ്ട്. എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കണ്ണൻ ചേട്ടൻ. എന്താ വെച്ചാൽ, ഞാന് ഈ നമ്മുടെ ഈ ഓലയുടെ മടലില്ലേ, മടലെടുത്തിട്ട് ചെത്തിച്ചീകി ഈ ഒരു ആരോ പോലെ ആക്കും. അതിന്റെ മുകളിലൊരു വടി കുത്തിയിട്ട് തെള്ളിക്കൊണ്ടാണ് കാലം, ടയർ ഉരുട്ടിയ കാലം. അത് കഴിഞ്ഞിട്ട് ഓലപ്പീപ്പി ഊതി കാറ്റാടി ഓല കൊണ്ടുണ്ടാക്കി, ഇപ്പോഴും അറിയാം, പമ്പരം ഉണ്ടാക്കിയിട്ട് ഓടിക്കുന്ന കാലം. അത് കഴിഞ്ഞ് ഞാൻ മാറി വന്നത് കെൽട്രോണിന്റെ ചെറിയ ടിവികള്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി കാണുന്നു. അത് കഴിഞ്ഞ് അതിന് മുമ്പേ റേഡിയോ വന്ന് ആകാശവാണി. നീ ടി വി കാണുമ്പോ ഞാൻ അന്ന് ആ ടി വി പണിഞ്ഞോണ്ടിരിക്കുന്ന ചേട്ടാ, ആകാശവാണി വന്നു, റേഡിയോ വന്നു. റേഡിയോ ഭയങ്കര രസമെന്ന് വെച്ചാൽ എൽബോർഡും ഒക്കെ വെച്ച് പണി. അന്ന് ആകാശവാണിയുടെ ഒരു കുറച്ച് സമയമുള്ള, അപ്പം എൻ്റെ അമ്മാവൻ ഗോവയിലായിരുന്നു. അമ്മാവൻ ഒരു റേഡിയോ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും വന്നിരിക്കും സന്ധ്യ സമയത്തൊക്കെ വാർത്ത കേൾക്കാൻ വേണ്ടി. അന്ന് വേറെ മാധ്യമമില്ല. അത് കഴിഞ്ഞ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ TV, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. അത് കഴിഞ്ഞ് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, സ്കൂട്ടറുകളുടെ കാലം, എന്താ പറയാ, പിന്നെ വിജയ് സൂപ്പർ, ഇങ്ങനെയുള്ള MIT, ബജാജിന്റെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ലോകം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, സാമുറായി ഇറങ്ങിയ സുസുക്കിയുടെ ആ കാലം. ഇത് കഴിഞ്ഞ് അംബാസഡറിനെ കാണുന്നു, അംബാസഡർ കാണുന്നു. ഇന്ന് നിൽക്കുന്ന ലോകം ഉണ്ടല്ലോ, ശരിക്കും നമ്മള് ദാസേട്ടൻ, ലാലേട്ടൻ, പിന്നെ ഭാഗ്യം അല്ല, എന്തറിയോ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ജീവിതത്തിൽ ജീവിച്ചവര്. ഇനിയും വരും തലമുറ ഉണ്ടല്ലോ, ഇതിനെക്കാട്ടി വലുത് കാണുമായിരിക്കും. നല്ല സംഗീതം കേൾക്കത്തില്ലേക്കാ, നല്ല സംഗീതം. ഡിജിറ്റൽ തലമുറയ്ക്ക് സംഗീതം കേൾക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലുമൊക്കെ സംഗീതം കേൾക്കും. അത് പറയുന്നുണ്ടായിരുന്നു, സംഗീതത്തിന് ശരിക്കും പറഞ്ഞ വാക്കുകളില്ല. ഇത് സംഗീതത്തിന് പ്രത്യേക വാക്കുകളില്ല. പക്ഷെ അടുത്ത വരിക്ക് വീഴുന്നുണ്ടെന്നൊരു അദ്ദേഹം സംസാരിച്ചു. ആരെയും ഭാവഗായകനാക്കും. സംഗീതത്തിന് 2 തട്ടായിരിക്കുന്നത്. ഒന്ന് സംഗീതത്തിന് വെച്ചാൽ ഒരു രസമുള്ള ഒരു ചെറിയൊരു വാക്കുകളില്ലാതെ ഒരു ഹമ്മിങ് സൗണ്ടിൽ തീർക്കാൻ പറ്റും. എന്നാലും സൗന്ദര്യമാണ് സംഗീതം. ആ കാലഘട്ടമാണ് സംഗീതം പഠിപ്പിച്ചത്, മനസ്സിലായി. ഞങ്ങളുടെ ഓണം, ഞങ്ങൾ ചെറിയ ആൾക്കാരാണ്, വലിയ സംഭവമൊന്നുമല്ല, കലാകാരന്മാരാണ്. വലിയ കലാകാരന്മാരെന്ന് വെച്ചാൽ ഇവിടെ സമ്പത്തൊക്കെ ഉള്ള വലിയ സമ്പത്തിനെ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കലാകാരന്മാരെന്ന് ഇവിടെ വിളിക്കുന്നത്. നമ്മൾ ചെറിയ കലാകാരന്മാർ. എന്നാലും ഞങ്ങൾ DK മൂവീസിലും DK പ്രൊഡക്ഷൻസിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് മനാഫിക്കയുടെ നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് ഞങ്ങൾ വേണ്ടത് സ്വന്തമായിട്ട് പറയുവാണ് എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസ തരുവാണ്. തിരുവോണം ഇനിയും നിങ്ങൾക്കൊരു 100 വർഷം ആഘോഷിക്കാൻ കഴിയട്ടെ. നിങ്ങൾ എല്ലാവരും, നിങ്ങളുടെ മക്കളും എല്ലാവരും നല്ല സമ്പൽ സമൃദ്ധിയിലേക്ക് എല്ലാ ദിവസവും എല്ലാ കുടുംബങ്ങളിലും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ. ആർക്കും ഒരു ദുഃഖം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ.